ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ കഥ അല്ലാമ ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്നുണ്ട്. അവര് റോമക്കാരോട് പടപൊരുതാൻ പോയതാണ്. റോമക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ റോമക്കാരുടെ കോട്ടകൾ പിടിച്ചടക്കി ആഴ്ചകളോളം അവിടെ ക്യാമ്പ് ചെയ്ത് കഴിയുമ്പോൾ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് തിന്മ വരികയാണ്. റോമക്കാരികളെന്ന് ക്രിസ്ത്യാനികളാണ്. അവരിൽപ്പെട്ട ഒരു പെണ്ണ് തൻ്റെ ബാൽക്കണിയിലൂടെ മുഖം കാണിച്ച് പുറത്തേക്ക് എത്തി നോക്കിയപ്പോൾ അവളുടെ സൗന്ദര്യം കണ്ടപ്പോഴേക്കും അതിൽ മയങ്ങിപ്പോയൊരു ചെറുപ്പക്കാരൻ. അതല്ലേ ഇന്ന് നടക്കണത്, ഇന്നത്തെ കഥ അതല്ലേ. കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാൻ വയ്യ, കോളേജിലേക്ക് പോകാൻ വയ്യ. എന്താ നമുക്ക് അല്ലാഹു നൽകിയ കമ്മ്യൂണിക്കേഷൻ മീഡിയകൾ, നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ അടക്കം നിങ്ങൾ ഉപയോഗിക്കുന്ന തിന്മക്കാണെങ്കിൽ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. നിങ്ങൾ എന്ത് കമ്മ്യൂണിക്കേഷൻ മീഡിയ ഉപയോഗിച്ചോ, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചോ, തിന്മ ചെയ്യാനോ വളർത്താനോ ആണെങ്കിൽ ആണേ പെണ്ണെ അള്ളാഹുവിനെ മുൻനിർത്തി ഈ വേദിയിൽ വെച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൈകളിൽ അള്ളാഹു തരുന്ന ഫോണും അള്ളാഹു തരുന്ന നെറ്റ്വർക്ക് കണക്ഷൻ, ഇത് അള്ളാഹു ചെയ്ത വലിയ നിഅമത്തല്ലേ. എത്ര നന്മകൾ പഠിക്കാൻ പറ്റും, എത്രയേറെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും അറിയാനും പറ്റും. അതിൻ്റെ ഒക്കെ പകരം അശ്ലീലമായത് കാണുവാനോ അയച്ചു കൊടുക്കാനോ കമന്റ് ചെയ്യാനോ മറുപടി പറയാനോ, നിക്കാഹിന്റെ ബന്ധമില്ലാതെ ഒരന്യാണിനോടോ പെണ്ണിനോടോ സംസാരിക്കുന്നതോ, നീ കഥ പറയുന്നതോ, മെസ്സേജ് അയക്കുന്നതോ, കമന്റ് ചെയ്യുന്നതോ, നീ ലൈക്കോ ഡിസ്ലൈക്കോ ചെയ്യുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റാണ്, കുറ്റമാണ്, തിന്മയാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങേണ്ടി വരും, പൊറുക്കലിന് ചോദിക്കേണ്ടി വരും. ഒരൊറ്റ പെണ്ണ്, ആ പെണ്ണിനെ കണ്ടപ്പോ ഇബ്നു അബ്ദുറഹ്മാൻ ചോദിച്ചു, കൈഫസ് സബീലു ഇലൈകി, എനിക്കെങ്ങനെ നിന്നെ പ്രാപിക്കാൻ പറ്റും? അവൾ പറഞ്ഞു, തനസ്വർ, നീ ക്രിസ്ത്യാനിയാവണം. ഉടനെ തന്നെ തൻ്റെ കഴുത്തിലേക്ക് ക്രിസ്ത്യാനിയുടെ കുരിശിന്റെ മാലയണിഞ്ഞ് ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് കേവല പെണ്ണിന് വേണ്ടി ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടിപ്പോയൊരു മനുഷ്യന്റെ കഥ നമ്മുടെ ആലിമീങ്ങൾ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് ഇന്നും നടക്കണില്ലേ? ഹിന്ദു പെണ്ണിന്റെ കൂടെ നടക്കുന്നവർ, ഹിന്ദുവിന്റെ കൂടെ പോയിട്ട് മുസ്ലിം പെൺകുട്ടി ഹിന്ദുവായി മാറുന്നത് മഅദല്ലാഹ്. മുസ്ലിമായൊരു മനുഷ്യൻ ഇസ്ലാം ഉപേക്ഷിച്ചു പോയാൽ അതിന് കൊടുക്കേണ്ട ശിക്ഷ, മിനിമം ശിക്ഷ അൽ ഖത്ലു, വധമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്താണെന്നറിയോ? ലോകത്തെ മറ്റു മനുഷ്യരോട്, അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികളോട് ഇവൻ വിളിച്ചു പറയുന്നത്, ഇവൾ വിളിച്ചു പറയുന്നത് ഇസ്ലാമിനേക്കാളും മെച്ചമുണ്ടെന്ന് ഞാൻ മറ്റൊന്ന് കണ്ടിട്ടുണ്ടെന്ന പച്ചക്കള്ളമാണ്. അതിന് കൊടുക്കുന്ന ശിക്ഷയാണത്. തനസ്വർ, കുരിശുമാലയണിഞ്ഞ് ഈ പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടി ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കടന്നു ചെന്നു. മുസ്ലിമീങ്ങൾ ആഴ്ചകളോളം അവിടെ ക്യാമ്പ് ചെയ്ത് റോമക്കാരോട് വിജയിക്കാൻ കഴിയാതെ തിരിച്ചു പോന്നു. എല്ലാവരും സങ്കടപ്പെട്ടു. നമ്മുടെ കൂടെയുള്ള ചെറുപ്പക്കാരെ നഷ്ടപ്പെട്ടു പോയല്ലോ. കൂടെ ഒരു യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇസ്ലാം നഷ്ടപ്പെട്ടു പോയത്. എത്ര ആളുകൾക്കത് നഷ്ടപ്പെടുന്നുണ്ട്. എത്ര ആളുകളുടെ നന്മയാണ് കൊഴിഞ്ഞു പോകുന്നത്. അന്യാളുകളോട്, അന്യരെ കണ്ടിട്ടും സംസാരിച്ചിട്ടും. മുഅ്മിനീങ്ങളെ ആലോചിക്കും, മുഅ്മിനെ ആലോചിക്കിൻ. ഇതൊരു കാലം കഴിഞ്ഞാൽ അന്യ പെണ്ണുങ്ങളോടൊന്നും മിണ്ടാൻ പാടില്ല. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇസ്ലാമിൽ നിന്ന്? അതൊക്കെ കോമൺ അല്ല. അതിപ്പോൾ ആരാ ചെയ്യാത്തത്? നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തിന്മ ഹലാലാകുമോ? നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞത് നമുക്ക് അനുവദിക്കപ്പെടുമോ? ഇല്ലല്ലോ. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് ഇതേ സത്യവിശ്വാസികൾ റോമിലൂടെ കടന്നു പോകുമ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പഴയ ഇബ്നു അബ്ദുറഹ്മാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇവിടെയുണ്ടോ? അവർ പറഞ്ഞുണ്ട്. അയാളൊന്ന് വിളിക്കിൻ. ഇപ്പോൾ ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ച് അവരുടെ കൂടെ ജീവിക്കുകയാണ്, ഇസ്ലാം ഉപേക്ഷിച്ചിട്ട്. അങ്ങനെ ജനവാതിലിലൂടെ മേലെ തട്ടിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട് തൻ്റെ കൂട്ടുകാർ കാണുമ്പോൾ ചോദിച്ചു, ഇബ്നു അബ്ദുറഹ്മാൻ, മാ ഫഅല സ്വലാതുക വ ഖുർആനുക, നിന്റെ ഖുർആനും നിന്റെ നിസ്കാരമൊക്കെ എവിടെ പോയി അബ്ദുറഹ്മാൻ? ഇബ്നു അബ്ദുറഹ്മാൻ ഖുർആൻ പഠിച്ച ആളായിരുന്നു. മറുപടി എന്താ പറഞ്ഞെന്നറിയോ? ഉൻസിതുഹാ, ഞാനത് മറന്നുപോയി. ഒന്നും ഓർമ്മല്ല. ഖുർആനെല്ലാം മറന്നുപോയി. ഒരായത്തെനിക്ക് ഓർമ്മയുണ്ട്, അത് മാത്രം. റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. അത് മാത്രം ഓർമ്മയുണ്ട്, ബാക്കിയൊക്കെ ഞാൻ മറന്നിട്ടുണ്ട്. അത് ഖുർആനിൻ്റെ മറ്റൊരത്ഭുതമാണ്.
എല്ലാം മറന്നുപോയി. ഈ മറന്നു പോകാത്ത ഒരേ ഒരു വചനത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? റുബമായ വദ്ദുല്ലദീന കഫറു, അവിശ്വാസമാണ് നല്ലത്, മുസ്ലിമല്ലാതെ നടക്കലാണ് നല്ലത്, മുസ്ലിമിന്റെ വേഷം എനിക്ക് വേണ്ട എന്ന് ഇസ്ലാമിന്റെ വേഷവും ഇസ്ലാമിന്റെ സംസ്കാരവും മാറ്റിപ്പിടിച്ച ആളുകൾ നാളെ പരലോകത്ത് വിളിച്ചു പറയും, റുബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങളൊക്കെ മുസ്ലിമായിരുന്നെങ്കിലെന്ന് നാളെ അവിശ്വാസികൾ കൊതിച്ചു പോകും എന്ന് അള്ളാഹു പറഞ്ഞ ആ ഒരു ആയത്ത് മാത്രം ബാക്കിയുണ്ട്. എന്നിട്ട് മുസ്ലിമാവാൻ തൗഫീഖ് ഉണ്ടായോ? ഉണ്ടായില്ല. എന്തേ? ഒരു പെണ്ണിനെ ചൊല്ലി അള്ളാഹുവിൽ നിന്ന് ഓടിപ്പോയ ആളാണ്. കള്ളിനെ ചൊല്ലി ഓടിപ്പോയ ആളുണ്ട്. ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കള്ളു കുടിക്കാൻ വേണ്ടി ഇസ്ലാം നിന്ന് പുറത്തു പോയ ആള് ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ്. അന്ന് കല്യാണം കഴിച്ചത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി ഉമ്മഹാത്തുൽ മുഅ്മിനിലേക്ക് ചേർന്ന് വന്ന റംല ബീവിയെ ആദ്യം കല്യാണം കഴിച്ച ആൾ. അവര് മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു, ഹബിഷായിലേക്ക്. അവിടെ ചെന്നപ്പോൾ ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ കള്ള് കുടിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, കള്ള് എന്തൊരു രസമാണെന്ന് കുടിക്കണ്ടേ. ഉമ്മു ഹബീബ ബീവി തൻ്റെ ഭർത്താവിൻ്റെ കൂടെ മക്കയിൽ നിന്ന് ഹിജറ പോന്നതാണ്. എന്നിട്ട് നശിക്കാൻ ഒരു ഇന്നത്തെ ഉദാഹരണം പറഞ്ഞാൽ, ഇവിടുന്ന് ദുബായി പോയിട്ട് കള്ളുടി തുടങ്ങുന്ന ആൾക്കാരാണ്. ഇവിടുന്ന് അബുദാബിയിലെത്തിയിട്ട്, ഇവിടുന്ന് ബഹ്റൈനിലെത്തിയിട്ട്, ഖത്തറിലെത്തിയിട്ട് കള്ളുകൂടി തുടങ്ങുന്നവർ. ഇവിടുന്ന് മാംഗ്ലൂരോ പോയി പഠിക്കാൻ ചൊല്ലുമ്പോഴേക്കും കള്ളുകൂടി തുടങ്ങും. നാട് വിടുമ്പോഴേക്കും സ്വഭാവം മാറുന്നത്. ഇതൊക്കെ ഇന്നും നടക്കണില്ലേ? ഒരു ലോകണ് കാണുമ്പോൾ അടച്ചോനെ, ഇങ്ങനെയൊക്കെയാ ലോകമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ മദ്യപിക്കാൻ ഇസ്ലാം എന്ന് പുറത്തു പോകാനിരിക്കുമ്പോ ഉമ്മു ഹബീബ ബിവിയോട് പറഞ്ഞു, ഇന്നി നളർതു ഫിൽ അദിയാൻ ഫമാ റഅയ്തു ദീനൻ ഖൈറൻ മിനൻ നസ്റാനിയ. മതങ്ങളൊക്കെ ഞാൻ പഠിച്ചു നോക്കുമ്പോ ക്രിസ്തു മതമല്ലാത്ത മറ്റൊരു മതം നന്മയായിട്ട് എനിക്ക് തോന്നണില്ല. ഉമ്മു ഹബീബ് പറഞ്ഞു, മആദല്ലാഹി ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ പേടിക്കുന്ന സഹോദര. ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഭാര്യ. എത്രയോ നല്ല ഭാര്യമാർ ഭർത്താക്കന്മാരെ നന്നാക്കുന്നവരുണ്ട് അല്ലേ? എത്രയോ ചെറുപ്പക്കാർ കല്യാണം കഴിച്ച് നന്നായവരുണ്ട്. എത്രയോ നല്ല പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് അച്ചടക്കത്തിൽ നല്ല മുഖമക്കനയണിഞ്ഞ് വസ്ത്രം ധരിച്ച് നന്നായിട്ട് അച്ചടക്കത്തോടെ അച്ചടക്കമുള്ള ഇസ്ലാമിൻ്റെ വേഷമണിഞ്ഞ് നടന്ന പെൺകുട്ടികളെ പിഴപ്പിച്ചു കളഞ്ഞ മോഡലുകാരായ ചെറുപ്പക്കാരെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ ഉത്തരവാദിയാണ്. നിന്റെ പെണ്ണിൻ്റെ ദേഹത്ത് നിന്ന് വസ്ത്രം പിടിച്ചു മാറ്റാനും മോഡലുള്ള വസ്ത്രം അണിഞ്ഞ് നീ നടക്ക്, ഈ പർദ്ദയൊന്നും നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയെ പിഴപ്പിക്കുന്ന ചെറുപ്പക്കാരില്ലേ? നേരെ മറിച്ചുണ്ടല്ലോ, നന്നാക്കുന്നവര്. അങ്ങനത്തെവരാ നമുക്ക് വേണ്ടത്, നന്നാവേണ്ടവർ. ഉമ്മു ഹബീബ ബി ഭർത്താവിനെ നന്നാക്കുകയാണ്. മആദല്ലാഹ് ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ പേടിക്കിൻ. അള്ളാഹുവിനെ പേടിക്കണില്ലേ? കള്ളു കുടിക്കാൻ വേണ്ടി ഇസ്ലാം എന്ന് പോവുകയാണോ? അത് പിന്നെയും പറഞ്ഞു, എനിക്ക് തോന്നുന്നു കള്ളുകുടിയാണ് നല്ലത് എന്ന്. അങ്ങനെ എത്യോപ്യക്കാരായ ക്രിസ്ത്യാനികളോടുകൂടെ കള്ളു കുടിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ വസ്ത്രത്തെ ഊരെറിഞ്ഞു കൊടുത്ത ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയ ആളാ കള്ളിന് വേണ്ടി. ഇബ്നു അബ്ദുറഹ്മാൻ പോയത് പെണ്ണിന് വേണ്ടി. ഇന്നൽ ഈമാന സിർബാലുൻ യുസർബിലുഹുല്ലാഹു മൻ യശാ. അള്ളാഹു ചില ആളുകൾക്ക് അണിയിച്ചു കൊടുക്കുന്ന വസ്ത്രമാണ് ഈമാൻ എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്നൊരു വസ്ത്രമാണ്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അത് എടുത്തൂരിയപ്പെടുന്നുണ്ട്. കാരണം എന്തേ? കൽബിലേക്ക് തിന്മയെ സ്നേഹിച്ചപ്പോ, കൽബിലേക്ക് പെണ്ണിനോട്, അന്യാണിനോട്, അന്യ പെണ്ണിനോടുള്ള സ്നേഹം കൽബിലേക്ക് കയറിയതിൻ്റെ പേരിൽ, തിന്മയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അള്ളാഹു ഹൃദയത്തിൽ നിന്ന് ഈമാനിനെ എടുത്തു കളയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാവൽ തരട്ടെ. ഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗും ഫസ്തഇദ് ബില്ലാഹ്. എന്തെങ്കിലും തിന്മ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങിയാൽ ദുആ ചെയ്യണേ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്നിട്ടും നിൽക്കണില്ലേ? വേഗം പോയി വുളൂ ചെയ്യ്. വുളൂഇന്റെ ദിക്ർ ചൊല്ലിയിട്ട് വുളൂ എടുക്ക്, നിന്റെ ഹൃദയത്തിന് ശാന്തി വരും. ഇല്ലെങ്കിൽ ദുആ ചെയ്യണം, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ്. ഒരുമിച്ച് ദുആയിരക്ക് എല്ലാവരും ഒരുമിച്ച് ചൊല്ലിൻ, റബ്ബനാ
ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം, ഈമാൻ എന്താണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴച്ചു പോകാതെ സൂക്ഷിക്കണേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴച്ചു പോകാതെ കാക്കണേ. ബഅദ ഇദ് ഹദൈതനാ, നന്മ എന്താണെന്നറിഞ്ഞതിൻ്റെ ശേഷം എന്താണ് എനിക്ക് പാടുള്ളത്, എന്താണ് എനിക്ക് പാടില്ലാത്തത് എന്ന് ബോധ്യപ്പെട്ടിട്ടും തിന്മ വന്നു പോകാൻ സാധ്യതയുണ്ടല്ലോ അല്ലാഹ്, നീ ഞങ്ങളെ കാക്കണേ. ഖുർആൻ പഠിപ്പിച്ച ദുആയാണത്. ربنا لا تزغ قلوبنا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. عائشة رضي الله عنها പറയുന്നു عن عائشة الصديقة رضي الله عنها أنها قالت كان أكثر مما يدعو به النبي صلى الله عليه وسلم. അള്ളാഹുവിൻ്റെ റസൂൽ രാത്രി നേരത്തെ നിസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന ദുആ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹ്, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു തരണേ. ആരാ ദുആ ഇറക്കണത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന ദുആ ഇതാ. സുജൂദിൽ കിടന്ന് ദുആ ഇറക്കും, പടച്ചോനെ ഹൃദയത്തെ നീ മാറ്റിമറിക്കേണ്ട റബ്ബേ. നല്ല മനുഷ്യന്മാർ കേടായി പോകുന്നുണ്ട്, എത്രയോ നല്ലവർ തിന്മ ചെയ്ത് ജീവിക്കുന്നുണ്ട്. പടച്ചവനെ ഖൽബിനെ നീ മറിക്കുകയാണ്. എത്രയോ നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും അച്ചടക്കത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചവർ പെട്ടെന്ന് ഏതോ വാട്സപ്പിൻ്റെ ചങ്ങാൻ്റെ ഫോൺ നമ്പർ കിട്ടി, അവൻ വിളി തുടങ്ങി, അങ്ങോട്ട് വിളി തുടങ്ങി, മെസ്സേജ് ആയതായി ഇറങ്ങിപ്പോലായി. യാ പടച്ചോനെ, യാ മുഖല്ലിബൽ ഖുലൂബ്